ഹലോ ഫാമിലി. അപ്പോൾ അതായത് കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ. കുഞ്ഞു വീഡിയോ എന്ന് പറയുമ്പോൾ മിഹക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പോൾ അതായത് തലേദിവസം ശിവരാത്രിയാണ് കേട്ടോ. അപ്പോൾ ആ 2 ദിവസത്തെ വീഡിയോയുടെ ഒരുമിച്ചാണ് കേട്ടോ ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ തീരുമാനിച്ചിറങ്ങിയിട്ട് നമ്മൾ നേരെ ചുമ്മാ കറങ്ങാൻ ഇറങ്ങിയാണ് കേട്ടോ. അപ്പോൾ രാത്രി ഒരു 9 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ അപ്പോൾ ആദ്യം തന്നെ ഫുഡെല്ലാം കഴിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ അടുത്ത് കണ്ടൊരു പെട്ടെന്നൊരു കടയിൽ കയറി കേട്ടോ. അവിടെ നിന്ന് ചിക്കനും പിന്നെ എന്തുവാണ് ഇടിയപ്പവും ദോശയും ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങി നന്നായിട്ട് വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് നേരെ നമ്മൾ എങ്ങോട്ടാണ് കോവളത്ത് പോകാമെന്ന് വിചാരിച്ചാണ് കേട്ടോ ഇറങ്ങിയത്. അപ്പോൾ കഴിച്ചിറങ്ങിയതിന് ശേഷം നേരെ നമ്മൾ കോവളത്തോട്ടാണ് കേട്ടോ. പോകുന്ന വഴിക്ക് ഒരുപാട് ക്ഷേത്രങ്ങളും ഉത്സവവും കാര്യങ്ങളൊക്കെ, അതായത് ഈ ശിവരാത്രിയോടനുബന്ധിച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ കോവളത്ത് നിന്നപ്പോഴത്തേക്കും ഫുൾ ഇരുട്ടായിരുന്നു കേട്ടോ. ആരും ഈ ശംഖുമുഖത്തൊക്കെ രാത്രി ചെല്ലുന്ന പോലെ ആരും. അങ്ങനെ അവിടെ നേരെ തിരിച്ച് നമ്മൾ വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തി ഒരു 12 മണി ആവാറായപ്പോഴത്തേക്ക് പെട്ടെന്ന് പ്ലാനൊക്കെ മാറ്റി അച്ഛൻ എനിക്ക് കേക്ക് കട്ട് ചെയ്യണമെന്ന് മിഹക്കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രാത്രി എവിടുത്തെ കടയിൽ പോകുമെന്ന് പറഞ്ഞാൽ അച്ഛനും മോളൂടെ കടയിൽ ചെന്നിട്ട് ഈ പേസ്ട്രി കേട്ടോ, കട്ട് ചെയ്ത് വെച്ച പേസ്ട്രിയാണ് കേട്ടോ അവർക്ക് കിട്ടിയത്. അങ്ങനെ അത് 1-2 ഫ്ലേവറൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ബ്രൗണിയും കാര്യങ്ങളും പിന്നെ റെഡ് വെൽവെറ്റും പിന്നെ വൈറ്റ് ഫോറസ്റ്റൊക്കെ വാങ്ങിയിട്ട് വന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അവിടെ. 12 മണിയാകുമ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടേ കിടക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ ഓറിയും കാര്യങ്ങളും എല്ലാവരും ഉണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ 12 മണിയായപ്പോഴത്തേക്ക് കേക്കൊക്കെ കട്ട് ചെയ്തു. ചിത്തുക്കുട്ടൻ നല്ല ഉറക്കമായിപ്പോയി കേട്ടോ. അങ്ങനെ മിഹക്കുട്ടിന് ആഗ്രഹമല്ലേ, അപ്പം രാത്രി അങ്ങനെ തന്നെ കേക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ അങ്ങനെ തന്നെ വാങ്ങിച്ച് കട്ട് ചെയ്ത് കൊടുത്തത്. അതുപോലെ തന്നെ പിറ്റേന്ന് കേക്ക് വാങ്ങിക്കണമെന്നൊരു തീരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവൾ ഇഷ്ടത്തിന് കേക്കൊക്കെ മുറിച്ച് ഓറിയോ ഒരു വിധത്തിൽ പോകുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആ രാത്രിയത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. പിറ്റേ ദിവസമാണ് കേട്ടോ, അതായത് മിഹക്കുട്ടിയുടെ ബർത്ത്ഡേ അന്ന് രാവിലെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ കുറച്ച് സ്ഥലത്തൊക്കെ പോകാനുണ്ടായിരുന്നു എനിക്ക്. അത് കഴിഞ്ഞ് നേരെ മണക്കാടുള്ള അഞ്ജലി ബേക്കറിയിലാണ് കേട്ടോ വന്നത്. അങ്ങനെ മുട്ടായിയൊന്നും ആർക്കും വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഉച്ചയ്ക്ക് ശേഷം വന്നിട്ടാട്ടോ മുട്ടായിയൊക്കെ വാങ്ങിയിട്ട് പിന്നെ 2 ജ്യൂസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് നേരെ നമ്മുടെ അംഗൻവാടിയിലാണ് കേട്ടോ ആദ്യം കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് വൈകിട്ടാണ് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് വന്നതിന് ശേഷം, വർക്ക് കഴിഞ്ഞ് വന്നതിന് ശേഷം കേട്ടോ മിഹക്കുട്ടിക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാൻ വന്നത്. അപ്പോൾ അങ്ങനെ മിഹക്കുട്ടിയെ കൊണ്ടുപോയിട്ടില്ല കേട്ടോ. ഞങ്ങൾ 3 പേരും കൂടെ ആട്ടോ പോകുന്നത് വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും ഉപയോഗമുള്ള സാധനം വാങ്ങിക്കണമെന്ന് നേരത്തെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരയ്ക്കാനായിട്ട് കുറേ സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് വിന്നേഴ്സിലാണ് കേട്ടോ പോയത്, പുളിമൂടുള്ള. അപ്പോൾ അവിടെ പോയി കുറച്ച് അവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാനും മിഹക്കുട്ടി ചിത്തുക്കുട്ടനെയൊക്കെ ഓരോ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മിഹക്കുട്ടി നല്ല ഹാപ്പി ആയിട്ടോ. അവൾ വിചാരിച്ച സാധനങ്ങൾ തന്നെ അവൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ പിറ്റേന്ന് എക്സാമൊക്കെ തുടങ്ങുമായിരുന്നു. അപ്പോൾ ഞാൻ പുതിയ ബോക്സൊക്കെ കൊണ്ടുപോട്ടെ എന്നൊക്കെ ചോദിച്ച് അവൾ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ ചിത്തുക്കുട്ടന് ഷെയർ ചെയ്ത് ഏതാണ്ടൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളെ പ്ലാൻ നേരെ നമ്മൾ വിഴിഞ്ഞത്ത് പോകാമെന്നാട്ടോ. വിഴിഞ്ഞത്ത് ഫുഡ് കഴിക്കാൻ പോകാമെന്നായിരുന്നു പ്ലാനായിരുന്നത്. അങ്ങനെ നമ്മളിതേ ഇവിടെ ഫാമിലി റെസ്റ്റോറൻറ്റ് വന്നിട്ട് ഇവിടെ 2ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ നമ്മൾ വരുന്നത്. അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങനെ നമുക്ക് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ട് മിഹക്കുട്ടി ഒരു ബോൾ ഗ്രേപ്സും പിന്നെ ഹസ്ബൻഡ് ഒരു സുലൈമാനിയൊക്കെ വാങ്ങി കുടിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനത്തെ ഫുഡെല്ലാം കഴിച്ച് നല്ല സെറ്റായിട്ട് നമ്മളവിടെ നേരെ ഇറങ്ങി കേട്ടോ. നേരെ ഇറങ്ങിയിട്ട് വിഴിഞ്ഞത്ത് ഹാർബറിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി കുറച്ച് നേരം അവിടെയൊക്കെ നിന്നതിന് ശേഷം നേരെ നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. ബൈ.